ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിന്ദു ദൈവങ്ങളെ ലൈംഗിക അധിക്ഷേപം നടത്തിയ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം ആദർശ സമ്മേളനം എന്ന പേരിൽ അരീക്കോട് നടന്ന പരിപാടിയിലായിരുന്നു ഈ വിവാദ പരാമർശം അരങ്ങേറിയത്. ഉത്തരേന്ത്യയിലെ ഓരോ പള്ളികളും ആരാധനാലയങ്ങളും പൊളിക്കുകയാണെന്നും ശിവന്റെ ലിംഗമുണ്ടെന്നും പാർവതിയുടെ ഫർജുണ്ടെന്നും, അതായത് യോനി, ഇത് പറഞ്ഞാണ് പള്ളികൾ പൊളിക്കുന്നതെന്നായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ വാക്കുകൾ. കോടതിയെയും അവഹേളിക്കുന്ന വാക്കുകൾ പ്രസംഗത്തിൽ എമ്പാടും ഉണ്ടായിരുന്നു. ഇതനുസരിച്ച് സർവേ നടത്തണമെന്നും കോടതി പറയുകയാണ് എന്ന് പറഞ്ഞു കോടതിയെയും അധിക്ഷേപിച്ചു. ശക്തമായ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ. ഉമർ ഫൈസിയുടെ പ്രസംഗത്തിൽ സമസ്തയ്ക്കു വേണ്ടി ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് അബ്ദുസമദ് പൂക്കോട്ടൂർ രംഗത്തെത്തി. കാരണം ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടന ഈ വിഷയം ഏറ്റുപിടിച്ചാൽ എല്ലാവർക്കും അതൊരു തലവേദനയാണ്. സമസ്തയുടെ പേര് തന്നെയായിരിക്കും എല്ലായിടത്തും വലിച്ചിഴക്കേണ്ടി വരിക എന്ന കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി തന്നെ അബ്ദുസമദ് പൂക്കോട്ടൂർ ഈ വിഷയത്തിൽ ഇടപെട്ടു. കാരണം ഇവരുടെ മുഖം രക്ഷപ്പെടുത്തണമല്ലോ. ഉമർ ഫൈസി മുക്കമാണിത് പറഞ്ഞതെങ്കിൽ പോലും മുസ്ലിങ്ങളെയും സർവോപരി സമസ്തയുടെ എല്ലാ സുന്നി പണ്ഡിതന്മാരെയും അണികളെയും ഈ സംഘടനയെയും ഒക്കെ നല്ല രൂപത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ ഇത്. അതുകൊണ്ട് മാപ്പ് പറഞ്ഞും ഉമർ ഫൈസിയെ കുറ്റം പറഞ്ഞും അദ്ദേഹത്തെ വിമർശിച്ച് അബ്ദുസമദ് പൂക്കോട്ടൂരി രംഗത്തെത്തിയത് ഒരാള് മറ്റൊരാളോട് ഭയങ്കര വൈരാഗ്യവുമായിട്ട് വരുമ്പോൾ ഇടയ്ക്കൊരു മീഡിയേഷൻ ഒരാൾ നിൽക്കും. അയാളോട് ഈ ഫ്രസ്ട്രേഷൻസ് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇയാളൊന്ന് തണുക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ആയിട്ടാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ ഇവിടെ അവതരിച്ചിരിക്കുന്നത്. കാരണം രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ഇത് ഏറ്റുമുട്ടരുത്, അവർ പിടിച്ചെടുത്ത് ഇത് വലിയ രൂപത്തിൽ ഒരു സംഘർഷമായി മാറരുത്. അതുകൊണ്ടാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ശിവനും പാർവതിക്കും എതിരായിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം സമസ്തയ്ക്ക് അപമാനമാണ് എന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. മറ്റു മതസ്ഥരെയും അവരുടെ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന മതമാണ് ഇസ്ലാം മതമെന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കിയത്. ഹൈന്ദവ ദർശനം അനുസരിച്ചിട്ടുള്ള ആദിപരാശക്തിയുടെ പൂർണ്ണ അവതാരമാണ് പാർവതിയെന്നും ശിവൻ ശരീരമാണെങ്കിൽ അതിലെ ശക്തി പാർവതിയാണെന്നും പാർവതിയെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നും ഇസ്ലാം അനുസരിച്ച് മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരാമർശം ഖേദകരമായി പോയി എന്നുമാണ് അബ്ദുസമദ് പൂക്കോട്ടൂരി രംഗത്ത് വന്നത്. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞ ഖുർആൻ അന്യമത വിരോധം നടത്തി എന്ന് അബ്ദുസമദ് പൂക്കോട്ടൂരി സമ്മതിക്കാൻ തയ്യാറാകുമോ? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞതിലെ അല്ലാഹുവേ നീ ശപിക്കുകയും നീ കോപിക്കുകയും ചെയ്ത മതവിഭാഗങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ലാഹ്. ദിവസവും 17ഓളം തവണ ഒരു യഥാർത്ഥ വിശ്വാസി തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്ന ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ എന്ന വാചകം ഉൾക്കൊള്ളാനും അതിന് മറുപടി പറയാനും അബ്ദുസമദ് പൂക്കോട്ടൂർ തയ്യാറാകുമോ? ഖുർആനിലുള്ളത്ര അന്യമത വിരോധം എവിടെയാണുള്ളത്? ഈ അന്യമതസ്ഥരെ വിമർശിക്കുന്നതും പരിഹസിക്കുന്നതും അധിക്ഷേപിക്കുന്നതും കളിയാക്കുന്നതും ഒന്നും തുടങ്ങിവെച്ചത് ആദ്യമായിട്ട് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അല്ല. അബ്ദുസമദ് പൂക്കോട്ടൂർ മറുപടി പറയേണ്ടുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട്. നമ്മുടെ സ്പീക്കർ പറഞ്ഞ മിത്തുകളുണ്ടല്ലോ, അതിനൊക്കെ ഇദ്ദേഹം മറുപടി പറഞ്ഞേ തീരൂ. കാരണം ചിലപ്പോൾ സുന്നി പുരോഹിതനായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഉമർ ഫൈസി മുക്കത്തിന്റെ ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ വെളിപാടുണ്ടായി മാപ്പപേക്ഷയുമായി അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രത്യക്ഷപ്പെട്ടത്. അത്യാവശ്യം വിവേകത്തോടുകൂടി പല വിഷയങ്ങളും വ്യക്തമായ രൂപത്തിലുള്ള കാഴ്ചപ്പാടും നിലപാടുകളും എടുക്കുന്ന വ്യക്തിയാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ. ഹജ്ജ് ഉംറ വിഷയത്തിലൊക്കെ ഉസ്താദുമാർ ഇവിടെ നിന്ന് സ്ത്രീകളെ കൊണ്ടുപോയിട്ട് മക്കയുടെ അടുത്ത് താമസിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ബലാത്കാരം നടത്തുന്നതും ആ വഴി സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ രൂപത്തിലുള്ള എതിർപ്പുകൾ നിലനിൽക്കുമ്പോൾ പോലും ആ സത്യം തുറന്നു പറഞ്ഞ് സമുദായത്തെ സംസ്കരിക്കാൻ ശ്രമിച്ച നേതാവ് കൂടിയാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ. സ്വന്തം സമുദായത്തിനകത്ത് എന്തെങ്കിലും രൂപത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പറഞ്ഞ് പരിഹരിക്കാമെന്നുള്ളതല്ലാതെ അതൊരിക്കലും സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാരെ എറിഞ്ഞു കൊടുക്കരുത് എന്ന് ഈ സമസ്തയ്ക്കകത്ത് ഇസ്ലാമിക സമുദായത്തിനകത്ത് തന്നെ ഒരുപാട് രൂപത്തിലുള്ള പരാമർശങ്ങൾ ഉയർന്നിട്ട് പോലും കൃത്യമായ രൂപത്തിൽ തന്റെ ബാധ്യത എന്താണ് ഈ സമൂഹത്തോട് എന്ന്
ആ എതിർപ്പുകളെ അവഗണിച്ച് തന്നെ കാണിച്ചു കൊടുത്ത് 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കൂടി വിട്ട വ്യക്തിയാണ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ. ഒരു പക്ഷേ അദ്ദേഹം എല്ലാ വിഷയങ്ങളും അദ്ദേഹം തന്നെ പ്രതികരിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനും പറ്റില്ല. ഇപ്പോ മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ഒരു യുവാവ് ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഒരു യേശുവിന്റെ പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു. അതിനെ എടുത്തുകൊണ്ട് പോയി ഒരു കവർണകത്തൊക്കെ ആക്കി എടുത്തുകൊണ്ട് പോയി ഇല്ലാതാക്കിയത് നമ്മൾ കണ്ടു. അതിനെ അധികം മുസ്ലിങ്ങൾ ആരും എതിർത്ത് നമ്മൾ കണ്ടുമില്ല. മുസ്ലിം സംഘടനകളോ ഇസ്ലാമിലെ പുരോഹിതന്മാരോ ഇവരാരും എതിർത്ത് നമ്മൾ കണ്ടില്ല. അതങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ബൈബിൾ അദ്ദേഹം എണ്ണയൊഴിച്ച് കത്തിക്കുന്നതും അത് വീഡിയോ പിടിച്ച് അയാളുടെ അഡ്രസ്സും ഫോൺ നമ്പറും സഹിതം പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതിനെ ഒന്നും എതിർക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ് ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന പരാമർശവുമായി നമ്മുടെ സ്പീക്കർ വന്നപ്പോഴും എതിർത്തിട്ടില്ല. നൂപുർ ശർമ്മ എന്ന ഒരു സ്ത്രീ BJPയുടെ നേതാവാണ്. തസ്ലിം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ. ഇവർ രണ്ടുപേരും ഗ്യാൻവാപ്പി വിഷയത്തിൽ ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ ഒരു ചർച്ച നടക്കുന്നു. കേറി അറ്റാക്ക് ചെയ്യുവാണ് ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയം പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ തസ്ലിം അഹമ്മദ് റഹ്മാനി. ഏത് കല്ലിനെ കണ്ടാലും നിങ്ങൾ ശിവലിംഗമാണെന്ന് തെറ്റിദ്ധരിക്കുമെന്നൊക്കെ പറഞ്ഞ് എതിരെ ഇരിക്കുന്നത് നൂപുർ ശർമ്മ അവർ ഹൈന്ദവ വിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാക്സിമം അവരെ ഇരുത്തി അവഹേളിക്കുന്ന ഒരു നിലപാടാണ് തസ്ലിം അഹമ്മദ് റഹ്മാനി സ്വീകരിച്ചത്. അവരെ പ്രകോപിപ്പിക്കുന്നതിനു വേണ്ടി ഏതൊക്കെ നിലപാടുകളാണോ എടുക്കേണ്ടത് ആ രൂപത്തിൽ പരിഹാസ ചുവയോടുകൂടിയാണ് ആ വിഷയത്തിൽ തസ്ലിം അഹമ്മദ് റഹ്മാനി വിഷയം അവതരിപ്പിക്കുന്നത്. അതിനെ എതിർത്തുകൊണ്ട് മുഹമ്മദ് നബിയെ കയറി അറ്റാക്ക് ചെയ്ത് നൂപുർ ശർമ്മയും രംഗത്ത് വന്നവർ അഡ്വക്കേറ്റാണ്, BJPയുടെ പ്രതിനിധിയാണ്. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഇസ്ലാമിനെ കുറിച്ചിട്ട് നല്ല അവഗാഹമുള്ള സ്ത്രീ ആയതുകൊണ്ട് ഭൂമി പരന്നതാണ് ഖുർആനിലേതെന്നും 6 വയസ്സുള്ള കുട്ടിയെ കെട്ടി 9ാമത്തെ വയസ്സിൽ ബന്ധം കൂടിയ ആളാണ് നബിയെന്നും കഴുതയും കുതിരയും അല്ലാത്ത ഒരു ജീവിയുടെ പുറത്തു കയറി സ്വർഗവും നരകവും ഒക്കെ കണ്ട് ചന്ദ്രനിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്ന പ്രവാചകനെ കുറിച്ച് ശാസ്ത്രീയതയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ആർട്ട് ന്യൂസിന്റെ സഹസ്ഥാപകനായ സുബൈർ മനഃപൂർവ്വം ചില ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അയാള് നൂപുർ ശർമ്മ പറഞ്ഞ ഭാഗം മാത്രം വെട്ടിയെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടി മുസ്ലിങ്ങൾക്കിടയിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി ഇതാ നൂപുർ ശർമ്മ എന്ന BJP നേതാവ് പറഞ്ഞു വിട്ടത് കണ്ടോ എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുകയും പിന്നീട് അയാളുടെ അക്കൗണ്ടിൽ അതിന്റെ പേരിൽ വന്ന പണമൊക്കെ NIA കണ്ടെത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നിലപാടുകളൊക്കെ ഉണ്ടായി. ഇതൊരു പ്രത്യേക തരം അസുഖമാണ്. ചില ആളുകളുടെ വിമർശിക്കുന്നത് മാത്രം കാണുകയും മറ്റു ചിലർ വിമർശിക്കുന്നത് കാണാതിരിക്കുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക തരം മത രോഗമാണ്. മതം തന്നെ മാനസികമാണ്. നന്ദി.